അഭിഷേകിൻ്റെ ഒരു വളരെ വണ്ടർഫുൾ ആയിട്ടുള്ളൊരു പെർഫോമൻസ് ത്രൂ ഔട്ട്. അതായത് ആ സിനിമ തുടങ്ങി അവസാനിക്കുന്ന വരെ അഭിഷേകാണ് എല്ലാ ഫ്രെയിമിലും ഉണ്ട്. അങ്ങനെ ഒരു സിനിമ കണ്ടു. അത് നമ്മുടെ ഷൂജി സർക്കാർ ഡയറക്റ്റ് ചെയ്ത ഐ വാണ്ട് ടു ടോക്ക്. ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ്. അതായത് സിനിമ മൊത്തം ഷൂട്ട് ചെയ്തിരിക്കുന്നത് കാലിഫോർണിയയിലാണ്. അപ്പം യു എസിൽ സെറ്റിൽ ചെയ്തിട്ടുള്ള ഒരു അർജുൻ സെൻ എന്ന് പറഞ്ഞ ഒരു ക്യാൻസർ സർവൈവർ. അയാളൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, റേസിങ് എ ഫാദർ. ആ ഒരു ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ മൊത്തം, ആളുടെ ഒരു ലൈഫിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ അഭിഷേക് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ സിനിമ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു എൻ്റർടൈനറോ അല്ലെങ്കിൽ ഇതിൽ മെലോ ഡ്രാമയോ ക്യാൻസർ വരുന്ന ഒരാൾ സിനിമയിൽ അഭിനയിക്കുന്നുണ്ടാവുമെന്ന് അറിയാമല്ലോ. മെലോ ഡ്രാമകളോ സെൻറ്റിമെൻറ്റ്സോ അങ്ങനെയുള്ള സ്റ്റോറീസ് പറയലോ ഇതൊന്നുമല്ല കേട്ടോ. സിനിമ ഒരു എൻ്റർടൈനറേ അല്ല. അങ്ങനെ വിചാരിച്ച് സിനിമ കാണാനിരിക്കരുത്. ഈ സിനിമ ഒരു ക്യാരക്ടറൈസേഷനാണ്. അതായത് ഈ അർജുൻ സെൻ എന്ന് പറഞ്ഞ ഈ ക്യാരക്ടറിനെയാണ് സിനിമ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ സിനിമയിൽ ഇതിലൊരു ബംഗാളി ആക്സെൻറ്റിൽ അർജുൻ സെൻ എന്നാണ് അയാളെ വിളിക്കുന്നത്. അപ്പോൾ ഇയാൾ സ്വന്തം ബോഡീനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. കാരണം അത്രമാത്രം സർജറികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് പറയുന്നത് ഇങ്ങനെയാണ്, ഇതുപോലെ സ്വന്തം ബോഡീനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ജീവിക്കുന്നത് വളരെ കുറച്ച് ആളുകൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. എന്തായാലും ഈ ഒരു ക്യാരക്ടറിന് അതിൻ്റെ എല്ലാവിധ ഡെപ്തോടും കൂടിയിട്ടാണ് അഭിഷേക് ബച്ചൻ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വളരെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എത്ര അപ്രീഷിയേറ്റ് ചെയ്താലും മതിയാവാത്ത രീതിയിലാണ് ഈ ക്യാരക്ടറിൻ്റെ ഒരു പിക്ചറൈസേഷൻ. അപ്പോൾ ഇതിലൊരു ജോണി ലിവർ, നമ്മുടെ പഴയ ഹിന്ദി ആക്ടറിലെ ഒരു രസമുള്ള റോൾ ചെയ്യുന്നുണ്ട്. ബാക്കി പിന്നെ അർജുൻ സെൻ്റെ മകളായിട്ട് വരുന്ന കുട്ടി ചെറുപ്പത്തിൽ നല്ല അഭിനയമായിരുന്നു കേട്ടോ, ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട്. വലുതായിട്ടും കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ ഒരു 3 ക്യാരക്ടേഴ്സൊക്കെ ഉള്ളൂ പ്രോമിനൻ്റ് ആയിട്ട്. പക്ഷേ സിനിമ അഭിഷേക് ബച്ചൻ്റെ ആക്ടിങ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കാണണം എന്നാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്.